ഹലോ 6 മണി കഴിയുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് വയറ്റിലുള്ള കൊക്കപ്പുഴൊക്കെ അലറാൻ വെച്ച് എഴുന്നേൽക്കുന്നത്. കറക്റ്റ് ടൈം ആകുമ്പോൾ എന്താണെന്നറിയില്ല നല്ല വിശപ്പ് വരും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സ്പൈസി ആയിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ. പായം തന്നെ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഓയിലും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ തിള വരുമ്പോൾ നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ മൂട് ഭാഗം കീറിയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ പാസ്തയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയുടെ തൊലി ഇതേപോലെ പീൽ ചെയ്ത് നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ സെയിം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് കുരുമുളക് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് ഫ്രൈ ചെയ്ത ചിക്കൻ മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ വെളുത്തുള്ളി അതുപോലെ സവോളയും ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ കുരുമുളക് പൊടി ക്രഷ്ഡ് ചില്ലി അതുപോലെ തന്നെ ഒറിഗാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിന് ശേഷം മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നത്. അത് നല്ല രീതിയിൽ ഈ മസാലയിലേക്ക് മിക്സായി വന്നു കഴിഞ്ഞിട്ട് തിള വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്തയും ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് അച്ചാലും കുച്ചാലും മിക്സ് ചെയ്ത് പാസ്ത റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്ലൈസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചീസൊക്കെ ഇട്ട് ഇതേ ചൂടായി വരുമ്പോൾ ചീസ് ഇങ്ങനെ മെൽറ്റായി വരും. ആ സംഭവം കാണാൻ നല്ല രസമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മസാല ഒക്കെ കറക്റ്റ് ഭാഗമായതുകൊണ്ട് എക്സ്ട്രാ ഞാൻ മുകളിലൊന്നും വെതറിയിട്ടില്ല കേട്ടോ, ഒരു ഭംഗിക്കൊന്നും വേണ്ടി. കാരണം സംഭവം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതിനെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.